നമസ്കാരം. വൈശാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ 15 വർഷക്കാലം കോഴിക്കോട് MP ആയിരുന്ന ശ്രീ MK രാഘവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതിനെക്കുറിച്ചാണ്. 2009 ആദ്യമായി കോഴിക്കോട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശ്രീ MK രാഘവൻ മത്സരിക്കുവാൻ വരുമ്പോൾ പലർക്കും അദ്ദേഹം അപരിചിതനായിരുന്നു. അന്ന് CPM-ന് നല്ല പേരുള്ള കോഴിക്കോട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ DYFIയുടെ സമുന്നതനായ നേതാവ് ശ്രീ മുഹമ്മദ് റിയാസുമായാണ് MK രാഘവൻ ഏറ്റുമുട്ടിയത്. ആ തിരഞ്ഞെടുപ്പിൽ 1800 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് MK രാഘവൻ വിജയിച്ചു. പിന്നീട് അദ്ദേഹം കോഴിക്കോട് മണ്ഡലത്തിന് വേണ്ടി നടപ്പിലാക്കിയ കാര്യങ്ങൾ കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘവേട്ടനായി MK രാഘവൻ മാറുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രധാന പ്രവൃത്തികൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമാണ്. അദ്ദേഹം 2009 MP ആയ ഉടനെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം നടത്തിയത്. അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയുടെ ശുപാർശയോടുകൂടിയാണ് അദ്ദേഹം മമതാ ബാനർജിയെ പോയി കാണുന്നതും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതും. അങ്ങനെ നിരന്തരം നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് അന്താരാഷ്ട്ര പദവി നേടിയെടുത്തു. പിന്നീടും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനുള്ള തീരുമാനത്തിന് തുരങ്കം വെച്ചുകൊണ്ട് പല ട്രേഡ് യൂണിയൻ സംഘടനകളും റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യ വ്യക്തികൾക്ക് അടിയറ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം സമരങ്ങൾ നടത്തി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി 476 കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കുവാനും ആ വർക്ക് ടെൻഡർ ചെയ്യിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം പൂർത്തിയായി കഴിയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാറുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആധുനിക രീതിയിലുള്ള ഒരു ആശുപത്രി സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ഗുലാം നബി ആസാദ് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്താണ് ശ്രീ MK രാഘവൻ അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത്. അന്ന് 200 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. അന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം അതിൽ 40%, അതായത് 80 കോടി സംസ്ഥാന സർക്കാർ വിഹിതമായി എടുക്കണം എന്നുള്ളതായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ കൊണ്ട് ആ 80 കോടി രൂപ അംഗീകരിച്ചെടുപ്പിക്കുവാൻ ശ്രീ MK രാഘവന് കഴിഞ്ഞു. മാത്രമല്ല മറ്റൊരു നിർദ്ദേശം കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ആ ആധുനിക രീതിയിലുള്ള ആശുപത്രിയിലേക്ക് ആവശ്യമായ മുഴുവൻ സ്റ്റാഫിനെയും സംസ്ഥാന സർക്കാർ നിയമിക്കണം. അതും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകരിച്ചു. അങ്ങനെ 120 കോടി രൂപ കേന്ദ്ര സർക്കാരും 80 കോടി രൂപ സംസ്ഥാന സർക്കാരും ചിലവഴിച്ചുകൊണ്ടാണ് 200 കോടി രൂപയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 500 ബെഡുകളും അതുപോലെ തന്നെ 500 ബെഡും 19 ഓപ്പറേഷൻ
തിയേറ്ററുകളും ഉള്ള ശീതീകരിച്ച തികച്ചും ആധുനിക രീതിയിലുള്ള ഒരു ആശുപത്രി ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ക്യാൻസർ സെൻറ്റർ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതിനും 44.5 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുത്തുകൊണ്ട് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആധുനിക രീതിയിലുള്ള ഒരു ക്യാൻസർ സെൻറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, കോഴിക്കോട്ടെ ഇംഹാൻസിന് വേണ്ടി ആ സ്ഥാപനത്തെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി UPA സർക്കാരിൻ്റെ കാലത്ത് 30 കോടി രൂപ നേടിയെടുക്കുകയും ഇംഹാൻസ് ഇന്ന് ഉന്നത നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയായി മാറുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ വെറും 26 ഡയാലിസിസ് മെഷീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് രോഗികൾ ഡയാലിസിസ് ചെയ്യുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് MK രാഘവന് MP ഈ കാര്യത്തിൽ ഇടപെടുന്നതും തൻ്റെ MP ഫണ്ടിൽ നിന്ന് ഒരു വിഹിതവും അതുപോലെ തന്നെ ശ്രീ AK ആന്റണിയുടെയും ശ്രീ വയലാർ രവിയുടെയും രാജ്യസഭാ മെമ്പർമാരായിരുന്ന ഈ രണ്ടുപേരുടെയും സഹായത്തോടുകൂടി 26 ഡയാലിസിസ് മെഷീനുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്നത്. ഇന്ന് 48 ഡയാലിസിസ് മെഷീനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കിനാലൂരിൽ 150 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയൊരു 100 ഏക്കർ കൂടി ഏറ്റെടുക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടി പൂർത്തിയായാൽ കോഴിക്കോട്ടുകാരുടെ എയിംസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഇവിടെ ഒരു പുതിയ ഹാർബർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. പുതിയാപ്പയിൽ നേരത്തെ ഒരു ഹാർബറുണ്ട്, ബേപ്പൂരിലും ഒരു ഹാർബറുണ്ട്. അപ്പോൾ അതിനിടയിലായിട്ട് വെള്ളയിലൊരു ഹാർബർ കിട്ടുക എന്നുള്ളത് ശ്രമകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. വെള്ളയിലെ മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വെള്ളയിൽ നമുക്കൊരു ഹാർബർ നേടിയെടുക്കുവാൻ ശ്രീ MK രാഘവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൊളിച്ചു മാറ്റി 23 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 3 നിലകളുള്ള മനോഹരമായ കെട്ടിടം അവിടെ പണി കഴിപ്പിക്കുവാൻ ശ്രീ MK രാഘവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, ഇതൊക്കെ ശ്രീ MK രാഘവൻ MP ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. കോഴിക്കോട്ട് ഇപ്പോൾ 2 കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതൊരു കേന്ദ്രീയ വിദ്യാലയത്തിന് ഉള്ളേരിയിൽ സ്ഥാപിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തി. അത് ഏതാണ്ട് വിജയത്തിലെത്തിയിരിക്കുന്നു. മൂന്നാമത് ഒരു കേന്ദ്രീയ വിദ്യാലയം കൂടി കേന്ദ്ര സർക്കാർ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അനുവദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ തന്നെ ഓരോ വർഷവും തനിക്ക് കിട്ടിയിട്ടുള്ള പ്രാദേശിക വികസന ഫണ്ട്, ഒരു MPക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നത് 5 കോടി രൂപ ആണ്. ആ 5 കോടി രൂപ പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലം, അതിൽ 2 വർഷം കോവിഡ് ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ അത് അനുവദിച്ചിരുന്നില്ല. ബാക്കി 13 വർഷം കിട്ടിയിട്ടുള്ള തുക 100% ഉപയോഗിച്ച് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, അത് സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നതിനും റോഡുകൾ നിർമ്മിക്കുന്നതിനും മറ്റുമായി ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് 15 വർഷം മുമ്പ് കോഴിക്കോട്ട് മത്സരിക്കാൻ വന്ന ശ്രീ MK രാഘവൻ ഇന്ന് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘവേട്ടനായി മാറിയിരിക്കുന്നത്.